നമസ്കാരം. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഞാനൊരു ചെറിയ മെസ്സേജ് തരാം. ഹിന്ദുക്കളായിട്ടുള്ള ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഐഫോൺ ഉപയോഗിക്കുന്ന ഒരു ഉപഭോക്താവാണ് എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഐഫോൺ എവിടെയെങ്കിലും കൊണ്ടുപോയി ഡിസ്പോസ് ചെയ്തേക്കുക. കാരണം ഹിന്ദുക്കൾ കൈകൊണ്ട് പോലും തൊട്ടു നോക്കാൻ പാടില്ലാത്ത ഒരു ഫോണാണ് ഐഫോൺ. നിങ്ങളുടെ ശത്രുവാണ്, നിങ്ങളുടെ ദുഷ്മനാണ് ഐഫോൺ. ഒരു കാരണവശാലും ഹിന്ദുക്കൾ ഉപയോഗിക്കാൻ പാടില്ല. മുസ്ലിങ്ങളായിട്ടുള്ളവർക്ക് നിങ്ങൾക്ക് സുഖമായിട്ട് ഉപയോഗിക്കാം, ഫ്രണ്ട്ലി ആയിട്ട് ഉപയോഗിക്കാം. നിങ്ങളുടെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫോണാണ് ഐഫോൺ. പിന്നെ ക്രിസ്ത്യൻസിന്റെ കാര്യം എനിക്ക് അറിയത്തില്ല കേട്ടോ, അത് എന്താന്നുള്ളതൊന്നും അറിയത്തില്ല. പക്ഷെ ഹിന്ദുക്കൾ ഐഫോണിന്റെ 7 അയലത്തേക്ക് പോലും പോകാൻ പാടില്ല, അത് തൊട്ടുപോലും നോക്കാൻ പാടില്ല. ഉപയോഗിക്കുന്നവർ എത്രയും പെട്ടെന്ന് ബോയ്ക്കോട്ട് ചെയ്തേക്കോ, ഇല്ലെങ്കിൽ കണ്ണുവരെ അടിച്ചു പോകും. ഇത് പറഞ്ഞത് ഞാനല്ല കേട്ടോ, പറഞ്ഞത് ആരാണ് എന്നുള്ളത് ഞാനൊന്ന് കാണിച്ചു തരാം. ये आईफोन है, इसमें सलाम वालेकुम का जवाब देती है, लेकिन जैसा हमने देखा कि भगवान के नाम का जवाब नहीं देती है। ये हम इतने करोड़ हिंदू उज्जैन में, इंडिया में आईफोन का यूज कर रहे हैं, लेकिन ये कहीं ना कहीं हमारे साथ किसी प्रकार की धोखाधड़ी है, जिसमें हमारा डेटा भी उनके पास जा रहा है और हमारे साथ इस तरह का षड्यंत्र किया जा रहा है। अब देखिए, मैं वापस इसमें जय श्री महाकाल बोलूंगा। हे सिरी, जय श्री महाकाल। There's no one in your contacts named Jai Shri Mahakal. Whose contact info are you looking for? हे सिरी, जय श्री राम। Hello, may your day be good. देखिए, करोड़ों भारतीय भारत देश में आईफोन के यूजर हैं। आईफोन का एक बहुत बड़ा फैन बेस ग्लोबली रूप से देखा जाए तो इंडिया में है, क्योंकि भारत में आज एक स्टेटस सिंबल हो चुका है आईफोन यूज करना। व्यक्ति घर में रहने के लिए, समाज में रहने के लिए आईफोन को परचेस करता है। कई बार अपने ऊपर एक्स्ट्रा जिम्मेदारियां लेता है आईफोन के लिए, और उसी में हमारे भारतीयों के साथ एक षड्यंत्र किया जा रहा है। जिस प्रकार से हमने अभी देखा कि जब हम जय श्री राम बोल रहे हैं, सिरी को जय श्री राम, जय श्री महाकाल या जय माता दी, तो सिरी के पास कोई जवाब नहीं है। लेकिन जब हम सिरी को जय श्री सलाम वालेकुम बोलते हैं, तो सिरी के पास अस्सलाम वालेकुम एक जवाब, डेटा उसमें फीड है। इसको हम इस प्रकार से देख सकते हैं कि करोड़ों भारतीयों के साथ एक षड्यंत्र है, जिहादी मानसिकता ये दर्शाती है। हमारा डेटा भी सिक्योर नहीं है, इस बात का भी ये प्रमाण है, क्योंकि एक धर्म को इसमें बहुत ज्यादा सम्मान दिया गया है और हमारे धर्म के साथ, हिंदू धर्म के साथ खिलवाड़ किया जा रहा है। कहीं ना कहीं हमें इस पर सभी भारतीयों को इसका बहिष्कार करना चाहिए, या फिर एप्पल कंपनी को इस पर सभी धर्मों को समान रूप से सम्मान देना चाहिए। പുള്ളി എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, പറയാൻ ഉദ്ദേശിച്ചേക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇല്ലാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞുതരാം, മലയാളത്തിൽ പറഞ്ഞുതരാം. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല്, പുള്ളി ഐഫോണിലെ സിറിയോട് ജയ് ശ്രീറാം എന്ന് പറഞ്ഞു. പക്ഷെ സിറി തിരിച്ച് റിപ്ലൈ ഒന്നും തന്നില്ല. അതായത് ഹിന്ദുക്കളുടെ മന്ത്രങ്ങള് പറഞ്ഞപ്പോ തിരിച്ച് റിപ്ലൈ തന്നില്ല. ജയ് ശ്രീറാം എന്ന് പറഞ്ഞപ്പോ തിരിച്ച് റിപ്ലൈ തന്നില്ല. പിന്നെ ജയ് മഹാകാളി എന്ന് പറഞ്ഞപ്പോ തിരിച്ച് റിപ്ലൈ തന്നില്ല. പക്ഷേ അസ്ലാമു അലൈക്കും എന്ന് പറഞ്ഞപ്പോ അതിന് തിരിച്ച് റിപ്ലൈ തന്നു, വാലൈക്കും അസ്ലാം. അതങ്ങോട്ട് പുള്ളിക്ക് പിടിച്ചിട്ടില്ല. അപ്പൊ പുള്ളി പറയുന്നത് ഇതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഐഫോൺ ഒരു ജിഹാദി മൈൻഡ് സെറ്റോട് കൂടിയിട്ടാണ് നിർമ്മിച്ചേക്കുന്നത്. അതൊരിക്കലും ഹിന്ദു ഫ്രണ്ട്ലി അല്ല, ഹിന്ദുക്കളുടെ എനിമിയാണ്, ഹിന്ദുക്കളുടെ ദുഷ്മനാണെന്നാണ് പുള്ളിക്കാരെ ഉദ്ദേശിച്ചേക്കുന്നത്. ഹിന്ദുക്കളുടെ വിവരങ്ങളൊക്കെ ചോർത്താൻ വേണ്ടിയിട്ട് ഒരു മുസ്ലിം മൈൻഡ് സെറ്റോട് കൂടിയിട്ട് ആൾക്കാർ പണിഞ്ഞിറക്കിയേക്കുന്നതാണ് ഐഫോൺ. അതുകൊണ്ട് ഇന്ത്യയിലെ ജനങ്ങൾ ആരും ഐഫോൺ ഉപയോഗിക്കാൻ പാടില്ല. ഐഫോൺ എത്രയും പെട്ടെന്ന് ബോയ്ക്കോട്ട് ചെയ്യണമെന്നൊക്കെ ഗവൺമെന്റിനോട് പറഞ്ഞേക്കുകയാണ്. കുറെ എണ്ണം ഇറങ്ങിയിട്ടുണ്ട്. കലികാലം എന്നല്ലാതെ എന്താ പറയണ്ടേ? കലികാലത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കാണേണ്ടി വരുമെന്ന് പറഞ്ഞത് ചുമ്മാതല്ല. കാണാൻ പറ്റാത്തതൊക്കെ പലതും കാണേണ്ടി വരും. കാരണം ഇപ്പൊ കുറെ എണ്ണം ഇറങ്ങിയിട്ടുണ്ട്. തലച്ചോറല്ല, തലച്ചോറിന് പകരം ഇപ്പൊ കൊലച്ചോറ് തലയ്ക്കകത്ത് വെച്ചോണ്ടാണ് ഇറങ്ങിയേക്കുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ വിവരമില്ലായ്മ കിടന്ന് പ്രസംഗിക്കൂ. എന്തൊക്കെ വിവരമില്ലായ്മ നമ്മൾ കേൾക്കണം ഓരോ ദിവസവും എഴുന്നേറ്റ് വരുന്ന സമയത്ത്. അല്ല, എന്നാ പിന്നെ ഇയാൾ എന്തിനാ ഈ ഐഫോണും കൈ പിടിച്ചോണ്ടിരിക്കുന്നത്? ഇത്രയും ടെക്നോളജി വളർന്നു, ഇത്രയും സംസ്കാരങ്ങൾ വളർന്നു, ഇത്രയും നമ്മുടെ ലോകം പുരോഗമനത്തിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. പുരോഗമിച്ച് ഇപ്പൊ ലോകം വേറെ ഏതോ ഒരു ലോകമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും ഇതിന്റെ ഒന്നും തലച്ചോറ് ഇതുവരെ പുരോഗമിച്ചിട്ടില്ല. ഇപ്പോഴും പണ്ട് ഏതോ ഇവിടെ കിടക്കുകയാണ്. ഇതുപോലുള്ളവന്മാരെ എന്തോ ചെയ്യണം? ആൾക്കാരുടെ ഇടയ്ക്ക് വെറുപ്പും വിദ്വേഷവും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കുറെ ആൾക്കാർ. ഇപ്പൊ സോഷ്യൽ മീഡിയ ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് എളുപ്പമാണ്. സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നങ്ങ് വിവരദോഷം വിളമ്പിക്കഴിഞ്ഞാൽ ആൾക്കാർ കേട്ടോളും. ഇതിനെ ഏറ്റെടുക്കാൻ ആൾക്കാരുണ്ടാവും. ഇനി ഇതിന്റെ പുറകെ ഇനിയും കുറെ വിവരദോഷികൾ വരും പിടിച്ചോണ്ട്. ഐഫോൺ അങ്ങനാണോ, അയ്യോ അങ്ങനെ ആയിരുന്നു. മിക്കവാറും ഐഫോൺ കമ്പനി ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. ഇന്ത്യയിലുള്ള ഐഫോണിന്റെ ആ ഒരു, എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ ഇപ്പൊ വിൽപ്പനയൊക്കെ നടക്കുന്നത് ഇന്ത്യയിലാണ്. കാരണം ഇന്ത്യയിൽ ഇത്രയും പോപ്പുലേഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഇതുപോലുള്ള വലിയ വലിയ കമ്പനികൾ മാർക്കറ്റ് ലക്ഷ്യമാക്കുന്നത് ഇന്ത്യയിലാണ്. അപ്പൊ നിങ്ങളുടെ മാർക്കറ്റ് ഇടിയാൻ വരെ സാധ്യതയുണ്ട്.
എന്നാണ് കേൾക്കുന്നത്. ഒരു കിംവദന്തി അങ്ങനെയാണ്. നിങ്ങളുടെ മാർക്കറ്റ് ഇടിയാൻ വരെ സാധ്യതയുണ്ട്. എത്രയും പെട്ടെന്ന് ഈ പ്രശ്നം പരിഹരിച്ചില്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പബ്ലിസിറ്റിക്ക് തന്നെ അത് മോശമാണ്. വെറുതെ ഹിന്ദുക്കളുടെ പേരും കൂടി കളയാൻ വേണ്ടിയിട്ട് കുറേ പൊട്ടന്മാർ ഇതുപോലെ ഇറങ്ങിയിട്ടുണ്ട്. എല്ലായിടത്തും കാണുമല്ലോ കുറെ മരപ്പൊട്ടന്മാർ, എല്ലായിടത്തും കാണുമല്ലോ. ഇപ്പം ഒരു എന്താ പറയുന്നത്, ഒരു മരത്തേല് ഒരു ചില്ലയിൽ തന്നെ കാണും പേടായിട്ടുള്ള പഴങ്ങളും കാണും, നല്ല പഴങ്ങളും കാണും. ഇതുപോലുള്ള കുറെ എണ്ണം ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പൊ എല്ലാത്തിനും അങ്ങ് ഇതുപോലെ പേട്ട് തലയാന്നാ തോന്നുന്നത്. ഇതിനകത്ത് തലച്ചോറല്ലേ ഇരിക്കുന്നത്. ഒന്ന് കുറച്ചൊക്കെ ഒരു സാമാന്യ ബോധത്തോടു കൂടിയിട്ട് ചിന്തിക്കുക. ഈ മതം എന്ന് പറയുന്നത് മനുഷ്യനെ മന്ദബുദ്ധിയാക്കാനുള്ള ഒരു സംഭവമല്ല മതം. മതം, വിശ്വാസം എന്നൊക്കെ പറയുന്നത് ഒരിക്കലും മനുഷ്യനെ മന്ദബുദ്ധിയാക്കുന്ന സംഭവമല്ല. അത് നമുക്ക് കുറച്ചും കൂടി ഒരു വിശ്വാസം എന്ന് പറയുന്നത് നമ്മളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകമാണ്. അതിന് ഞാൻ സമ്മതിച്ചിരിക്കുന്നു. കാരണം പലരും മുന്നോട്ട് ജീവിച്ചു പോകുന്നത് വിശ്വാസത്തിന്റെ പുറത്താണ്. അപ്പൊ ഈ വിശ്വാസം നല്ലതാണ്, മതങ്ങളും നല്ലതാണ്. പക്ഷെ ഈ ഒരു കാലഘട്ടത്തിലെങ്കിലും കുറച്ചും കൂടി ഒരു പുരോഗമന ചിന്താഗതിയൊക്കെ ആവാം. ഇതൊരുമാതിരി വല്ലാത്തൊരു പരിപാടിയായിപ്പോയി. ഇങ്ങനെയുള്ള കുറെ എണ്ണം ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോ ഇതിന്റെ ഉറപ്പായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. ഇനിയിപ്പോ ഇതിന്റെ വാലേ 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 ഓരോന്നിങ്ങനെ തല ഉയർത്തി വരും. എന്തുകൊണ്ട് അത് പറയുന്നു? മുസ്ലിങ്ങളുടെ ചാനലിന് റിപ്ലൈ നൽകുന്നുണ്ട്, എന്തുകൊണ്ട് ഹിന്ദുക്കളുടെ ചാനലിന് റിപ്ലൈ നൽകുന്നില്ല? അല്ല, സിറി തിരിച്ച് ജയ് ശ്രീരാം എന്നങ്ങ് പറഞ്ഞു കഴിയുമ്പോഴേക്കും എന്തെങ്കിലുമൊക്കെ ആവും. അതൊരു ടെക്നോളജി ആണ്. അത് ജസ്റ്റ് ഒരു സത്യം പറയാമല്ലോ, ഇന്ത്യക്കാരുടെ ഇടയിൽ ഇങ്ങനത്തെ വാഴകൾ ഇങ്ങനെ വളർന്നു വരുന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. പോപ്പുലേഷൻ കൂടുന്നതിനനുസരിച്ച് ഇപ്പൊ വിവരദോഷികളുടെ എണ്ണം കൂടിക്കൂടി വരികയാണ്. പെരുകിക്കൊണ്ടിരിക്കുകയാണ് വിവരദോഷികളുടെ എണ്ണം. എന്തിനു വേണ്ടിയിട്ട്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ബുദ്ധിയും വിവരവും വിവേകവും ഉള്ളൊരു തലമുറയാണ് നമ്മളെല്ലാവരും വാർത്തെടുക്കേണ്ടത്. അല്ലാതെ ഇതുപോലെ വിവരദോഷികളാണ് ഇന്ത്യയിൽ പെരുകുന്നത് എന്നുണ്ടെങ്കിൽ വളരെ വൈകാതെ തന്നെ നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ പരിതാപകരമായി പോകും. എപ്പോഴും ബുദ്ധിയും വിവരവും വിവേകവും തിരിച്ചറിവും ഒക്കെ ഉള്ള ഒരു സമൂഹം മാത്രമേ, ഒരു ജനറേഷന് മാത്രമേ ഒരു രാജ്യത്തെ നല്ല രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. അല്ലാത്ത പക്ഷം ആ രാജ്യത്തിന്റെ അവസ്ഥ എന്താകും? ഏതൊരു ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ആ രാജ്യത്തിന്റെ ഏറ്റവും വലിയ അസറ്റ് എന്ന് പറയുന്നത് ആ രാജ്യത്തുള്ള പൗരന്മാരാണ്, ആ രാജ്യത്തുള്ള ജനങ്ങളാണ്. അതാണ് ഏറ്റവും വലിയ അസറ്റ്. എല്ലാവരും നമ്മളെ നോക്കി പറയുന്ന ഒരു മെയിൻ കാര്യമുണ്ട്. ഇത്രയധികം റിലീജിയൻ, ഇത്രയധികം മതങ്ങൾ ഒന്നിച്ചുള്ള ഒരു രാജ്യം പുരോഗമനത്തിൽ എത്തത്തില്ല എന്ന്. അപ്പൊ അതങ്ങനെയല്ല. നമ്മൾ ഒത്തൊരുമിച്ച് നിൽക്കുന്നതാണ് നമ്മുടെ ശക്തി എന്ന് മറ്റുള്ളവരെ കാണിച്ചു കൊടുത്തോണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഇതുപോലെയുള്ള പടുവാഴകൾ വന്ന് ഇത്തരത്തിലുള്ള മതവിദ്വേഷങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് വളരെ ബുദ്ധിമുട്ടാണ്. എപ്പോഴും വിവേകവും വിവരവും വിദ്യാഭ്യാസവും തിരിച്ചറിവും ഒക്കെ ഉള്ളൊരു സമൂഹം ഉണ്ടെങ്കിൽ മാത്രമേ, അങ്ങനെയുള്ള ജനറേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ ഇതിനൊക്കെ ജനിക്കുന്ന പിള്ളേരും ഈ രീതിയിലേക്കാവും. കാരണം അവരെ വിവേകത്തോടു കൂടി ഇവന്മാരൊന്നും വളർത്തത്തില്ല. അപ്പം നല്ല ജനറേഷനാണ് നമുക്ക് ആവശ്യം. ചിന്തിക്കുന്ന, തിരിച്ചറിവുള്ള നല്ല സമൂഹം ഉണ്ടാകണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.